ഫുക്രിയിലേക്ക് സ്വാഗതം. ബ്രസീൽ നാളെ പുലർച്ചെ 1:30 നോർവേയുമായി ഏറ്റുമുട്ടും പ്രീ ക്വാർട്ടറിൽ. തീർച്ചയായിട്ടും വലിയൊരു മത്സരമാണ്, അതിശക്തമായ മത്സരമായിരിക്കും. നോർവേ ഒട്ടും മോശം ടീമല്ല, അത് ബ്രസീലിനും അറിയാം, ബ്രസീൽ കോച്ച് കാർലോ ആഞ്ചലോട്ടിക്കും അറിയാം. എന്തായാലും ബ്രസീൽ എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ആഞ്ചലോട്ടി അത് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം അവരുടെ ആദ്യ 11 കുറിച്ചൊരു ചില ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്രസീൽ മാധ്യമങ്ങൾ, ഗ്ലോബോക്കെ പോലുള്ള ബ്രസീൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നത് നെയ്മർ ആദ്യ 11 ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. അത് തന്നെയാണ് സാധ്യത. നെയ്മർ ആദ്യ 11 ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ പരിക്കേറ്റ പക്കേറ്റയ്ക്ക് പകരം മാർട്ടിനെല്ലി ആദ്യ 11 ഉണ്ടാവും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. നേരത്തെ കെട്ടിയിരുന്നത് ഡാനിലോ സാന്റോസ് ഉണ്ടാകുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ സാന്റോസിൻ്റെ പേര് മാറി ഗബ്രിയൽ മാർട്ടിനെല്ലി ആദ്യ 11 തന്നെ ഉണ്ടാകും എന്നും പറയുന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും അതൊന്നും ഫൈനലൈസ്ഡ് ആയിട്ട് ആഞ്ചലോട്ടി പറഞ്ഞിട്ടില്ല. അത് പറയാത്തോടത്തോളം ഇതൊക്കെ ഊഹങ്ങളാണ്, മാധ്യമ റിപ്പോർട്ടുകളാണ്. എന്തായാലും നെയ്മർ ആദ്യ 11 ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട പക്കേറ്റയ്ക്ക് വരെ മാർട്ടിനെല്ലി ആയിരിക്കും. അപ്പോൾ മാർട്ടിനെല്ലി വരുമ്പോൾ കളിയുടെ ഫോർമേഷൻ എങ്ങനെയായിരിക്കും എന്നതൊക്കെ ഇനി കാത്തിരുന്ന് കാണുക തന്നെ വേണം. എങ്ങനെയായിരിക്കും ആഞ്ചലോട്ടി അത് രൂപീകരിച്ചെടുക്കുന്നത് എന്നുള്ളത്, ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം. ആ കളി കാത്തിരിക്കേണ്ടി വരും. പിന്നെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുള്ളത് അവരുടെ കാസമെറോയ്ക്കും അതുപോലെ തന്നെ ഡാനിലോയ്ക്കും ഓരോ മഞ്ഞക്കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ സൂക്ഷിച്ചില്ലെങ്കിൽ നോർവേക്കെതിരെ വീണ്ടും മഞ്ഞക്കാർഡ് കിട്ടിയാൽ അവർ ജയിക്കുകയാണെങ്കിൽ ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ പറ്റില്ല. ക്വാർട്ടർ ഫൈനലിൽ ഒരു മത്സരം നഷ്ടപ്പെടും. അതിനുശേഷം സെമിയിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ കളിക്കാം. പക്ഷേ ഇന്ന് നോർവേക്കെതിരെ മഞ്ഞക്കാർഡ് വാങ്ങിയാൽ ഈ രണ്ട് താരങ്ങളും ക്വാർട്ടർ ഫൈനലിൽ കളിക്കില്ല. ക്വാർട്ടർ ഫൈനലിൽ എത്തുകയാണെങ്കിൽ ബ്രസീൽ, അത് വലിയ കാരണം കാർലോ ആഞ്ചലോട്ടിയുടെ ഏറ്റവും വിശ്വസ്തരായ 2 കളിക്കാരാണ് കാസമിറോയും ഡാനിലോയും. കാസമിറോ കഴിഞ്ഞ കളിയിൽ ഗോളടിക്കുക കൂടി ചെയ്തിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഇല്ലാത്തൊരു സാഹചര്യം ക്വാർട്ടർ ഫൈനലിൽ എത്തുകയാണെങ്കിൽ ബ്രസീലിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് അവർ സൂക്ഷിച്ച് കളിക്കണം എന്നുള്ള ഒരു പ്രഷർ അവരുടെ മേലിലുണ്ട്, ബ്രസീലിൻ്റെ മേലിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നെയ്മർ ആദ്യ 11 ഉണ്ടാകില്ല. പക്കേറ്റയ്ക്ക് വരെ മാർട്ടിനെല്ലി ആയിരിക്കും എന്നതൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം ഈ ആശങ്കയുമുണ്ട്, കാസമിറോയ്ക്കും ഡാനിലോയുടെയും മഞ്ഞക്കാർഡ് ആശങ്കയുമുണ്ട്. എന്തായാലും ബ്രസീൽ ഇറങ്ങുകയാണ്. നോർവേക്കെതിരെ അതിഗംഭീരമായി കളിച്ച് നോർവേയെ തോൽപ്പിച്ച് ജപ്പാനെതിരെ നിലനിർത്തിയ അതേ വിജയ തൃഷ്ണയോടെ നോർവേയെയും തോൽപ്പിച്ച് ബ്രസീൽ ക്വാർട്ടർ ഫൈനലിൽ എത്തും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ.